നമ്മുടെ അനുദിന ബലി അത് വലിയ ശക്തിയാണ് എൻ്റെ അച്ഛന്മാര്. ഞാൻ ചിലപ്പോഴൊക്കെ ജനങ്ങള് സങ്കടമെന്ന് പറയാറുണ്ട്, കുർബാന പലപ്പോഴും അച്ഛൻ്റെ സൗകര്യമനുസരിച്ച് മാറ്റുന്നുവെന്ന്. നിങ്ങളൊന്നും അങ്ങനെ ചെയ്യാത്തവരാണെന്ന് എനിക്ക് ഉറപ്പാണ്, ആയിട്ടറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ജനത്തിന്റെ സൗകര്യം അതിനു വേണ്ടി നമ്മുടെ കുർബാനകള് നമ്മൾ ചെയ്തു കൊടുക്കാൻ, ഒരു കുർബാനയ്ക്ക് വേണ്ടി വന്ന് ചോദിക്കുമ്പോ അവനെ നടത്തി കഷ്ടപ്പെടുത്താത്ത, കുർബാനയെ സ്നേഹിക്കുന്ന നമ്മുടെ ജനം കുർബാനയിൽ ജീവിക്കാൻ നമ്മുടെ അജപാലന ശുശ്രൂഷയിൽ പ്രത്യേകം കരുതലുണ്ടാകണം. ചിലപ്പോഴൊക്കെ അച്ഛന്മാരെ കുറിച്ച് പരാതി ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെയല്ലെന്ന് എനിക്കറിയാം. അച്ഛൻ ഒരു യാത്രയ്ക്ക് പോയി, പിന്നെ വരുന്നപ്പോൾ കുർബാന ചെല്ലും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ കുർബാനകൾ പള്ളികളിൽ മുടങ്ങാൻ ഒരു സാഹചര്യത്തിലും നമ്മൾ ഇടവരുത്തരുത്. നമ്മുടെ കുർബാന കൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയുണ്ട് നമ്മുടെ കയ്യിലെ. അവരുടെ ബാറ്ററി പവർ പോയിന്റ് ആണ് ഈ അൾത്താരയും ഇവിടെ മുറിക്കുന്ന വചനവും ഇവിടെ പങ്കിടുന്ന അപ്പവും. അത് ചെയ്യാൻ നമുക്ക് മാത്രമേ അധികാരമുള്ളൂ, അത് വേറെ ആർക്കും ചെയ്യാൻ അധികാരമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുർബാനകള് മുടക്കം കൂടാതെ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച്, ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മൾ വളർത്തണം. മൂന്നാമതായിട്ട് സഭ ഈ അർത്ഥം നമ്മുടെ സഭയാണ്. ദേവാലയം എന്ന വാക്കിന്റെ മൂന്നാമത്തെ അർത്ഥം സഭയാണ്. നമ്മൾ വളരെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ കടന്നു പോകുന്ന കഷ്ടപ്പാടുകളുടെ അടിസ്ഥാന കാരണം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ കുർബാന ചെല്ലാൻ എന്നെ അനുവദിക്കണം. ഞാനിന്ന് ആദ്യത്തെ വായനയിലേക്ക് വരികയാണ്. ആദ്യത്തെ കൂടാരത്തെക്കുറിച്ചുള്ള മോശയ്ക്ക് കൊടുത്ത, യഹോവയായ കർത്താവ് കൊടുത്ത നിയമങ്ങളാണ്. നീ കൂടാരം എങ്ങനെ പണിയണം, വിളക്കെവിടെ കൊളുത്തണം, നീ പുസ്തകം എവിടെ വെക്കണം, അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കണം. അത് ദൈവത്തിന്റെ നിയോഗമാണ്, അത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. എന്റെ സൗകര്യവും എന്റെ ഇഷ്ടവും അനുസരിച്ച് ചെല്ലാനുള്ള ഒന്നല്ല നമ്മുടെ ആരാധനക്രമം. അതുകൊണ്ട് തന്നെ സഭ എന്ന് പറയുന്നത് ഇന്നത്തെ വായനയിൽ മനോഹരമായിട്ട് വായിച്ചപ്പോൾ പറഞ്ഞു, അത് ക്രിസ്തുവിന്റെ മൗതിക, ഇറ്റ് ഈസ് ദ ബോഡി, മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇറ്റ് ഈസ് ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോഴൊക്കെ അച്ഛന്മാരോട് പറയാറുണ്ട്, ബൈബിളിലെ ഒരു വരി മാറ്റാൻ നമുക്ക് അവകാശമില്ല. അതുപോലെ തന്നെയാണ് കുർബാന പുസ്തകത്തിലെ അച്ഛന് തോന്നിയത് ചേർക്കാനും തോന്നിയത് വെട്ടിക്കളയാനും ഉള്ള സ്ഥലമല്ല. അത് കർത്താവിന്റെ പെസഹ രഹസ്യത്തിന്റെ അടയാളവും തുടർച്ചയുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശുദ്ധ കുർബാനയും ആരാധനക്രമവും പരിപാവനമായിട്ട്, അത് സഭയുടെ മൗതിക ശരീരത്തിന്റെ അടയാളങ്ങളാണ്. അത് കർത്താവിന്റെ സഭയുടെ അടയാഭരണങ്ങളാണ്. അത് സഭ നിർദ്ദേശിക്കുന്നത് പോലെ, സഭ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യാനായിട്ട് നമുക്ക് കഴിയട്ടെ.